Hi. ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫുള്ളായിട്ടുള്ള മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കുറേയൊന്നും ഷൂട്ട് ചെയ്യാറില്ല. ഇന്ന് ഏകദേശം ഏറെക്കുറെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ചേട്ടനെ ഞാൻ ഈ ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം വയ്ക്കാറ്. ഇന്ന് ചേട്ടന് വയ്യ, അപ്പോൾ ഞാൻ വിളിച്ചില്ല. ഞാൻ വേഗം ഓടി വന്ന് ഡ്രസ്സ് മാറാനായിട്ട് മുന്നേ തന്നെ ഓടി വന്ന് ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. എന്നാലല്ലേ നമുക്ക് പോവാറാകുമ്പോഴേക്കും അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. കറികളൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മൾ കൈവേഗത ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പറ്റും. പക്ഷേ ചോറാകുമ്പോൾ വേവാനായിട്ട് കുറച്ച് ടൈം വേണമല്ലോ. അപ്പോൾ അത് കാരണം ആദ്യം തന്നെ ഓടി വന്ന് ചോറ് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാനും ഡ്രസ്സ് മാറാനും അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചായ വെച്ചിട്ടുണ്ട്. ചായയും വെച്ചു. എന്താ വെച്ചാൽ സൈയൂട്ടൻ പഠിക്കാനായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. അവന് ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഗ്ലാസ് ചായയും വല്ല ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ ചായ വേഗം വെച്ചു കേട്ടോ. അങ്ങനെ ചായയും വെച്ച് അവനത് കൊണ്ടു കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അത് മാറ്റി വെച്ച് വേഗം ചട്ടി അടപ്പത്ത് വെച്ചു. ചീര മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒന്നര. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ അടുപ്പത്തുള്ളത് വേഗം ആക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഡ്രസ്സ് മാറാനൊക്കെ പോയില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് എന്നെ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ യൂട്ടനുള്ളത് കട്ടൻ ചായ നമുക്ക് അരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇരുന്നത് ചായയിലൊക്കെ താഴ്ന്നു പൊക്കോളും. പക്ഷെ അവന് വേഗം ചായ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വേഗം കൊണ്ടു കൊടുത്തു കേട്ടോ. അതവനെ കൊണ്ടുകൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചീരത്തോരൻ വയ്ക്കുകയാണ്. ചീരത്തോരനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു ഓടിപ്പോവാന്ന് പറയില്ല, അതേപോലെയാണ്. അത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചു. കുറച്ച് സവോള ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കറിവേപ്പിലയും പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ ചീര അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീര കാരണം നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ആദ്യം ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് താന്നതിന് ശേഷമാണ് പിന്നെ ബാക്കി ചെയ്യുക. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു രസപ്പൊടി ഇരിപ്പുണ്ട്, ഒരു രസം കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇറച്ചിയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അതാ ഒരു 5-6 ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടോ. അതിലേക്ക് ഒരു 1.5 തക്കാളി. പിന്നെ പുളി ഞാൻ കൂടുതൽ എടുക്കുന്നതെന്ന് വെച്ചാൽ മുന്നേ പുളി പിഴിഞ്ഞതിൻ്റെ ബാലൻസ് അതിൽ പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ളത് അതിലേക്ക് ഒഴിച്ചതാട്ടോ. അധികം അങ്ങോട്ട് പുളി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തക്കാളിയിൽ പുളി ഉണ്ടല്ലോ. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. ഇതിലിടേണ്ട ആവശ്യമില്ല രസപ്പൊടിയിൽ. പക്ഷെ എനിക്കിതിൽ എരിവ് കുറവായിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടു. പിന്നെ രസപ്പൊടി 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ. അവർ 1 ലിറ്ററിലേക്ക് 1.5 ടേബിൾ സ്പൂണൊക്കെ പറയണുള്ളൂ. പക്ഷെ എനിക്ക് ഇത്തിരി രസത്തിന് കട്ടി വേണം തോന്നിയ കാരണം 2 ടേബിൾ സ്പൂൺ പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിട്ടിട്ടാൽ മതിയിട്ടാ. അതിൽ പറയണ പോലെ അതേ കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലത് എന്നാൽ അത് കറക്റ്റ് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോന്നും വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കത് അറിയുള്ളൂ, ഓരോ പൊടികളുടെയും വ്യത്യാസമൊക്കെ. അപ്പോൾ അതേ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ രസപ്പൊടി വെച്ചിട്ടൊന്നല്ല ചെയ്യാറ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചു എന്ന് മാത്രം. പിന്നെ കുരുമുളക് പൊടിക്കാനും ജീരകം പൊടിക്കാനും തക്കാളി അരയ്ക്കാനൊന്നും പോകണ്ടല്ലോ. ഇത്തിരി ഈസി തന്നെയാണ് പരിപാടി. എന്തോ അങ്ങനെ തന്നെയല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് ജോലിക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും എന്തായാലും നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വാടിയുണ്ട്. അതിലേക്ക് നന്നായിട്ട് നാളികേരം ഇട്ട് കൊടുത്തു. നാളികേരം നന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ ചീരത്തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സ്വരം ഇന്നിപ്പോൾ ഒരു ഇതൊക്കെ ശരിയായി. പക്ഷേ ഇത് രാവിലെയാണ് കേട്ടോ. ഞാൻ തലേദിവസം പറ്റാണ്ട് രാവിലെയാണ് ശബ്ദം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. രസം നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് രസം തിളച്ചില്ലെങ്കിൽ ഇഷ്ടമില്ല കേട്ടോ ആ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തിളപ്പിക്കും. പിന്നെ ഇതാ വെളിച്ചെണ്ണയും ഒരിത്തിരി ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിൽ രസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അതാ മൂടിച്ചു. അങ്ങനെ നമ്മുടെ കറികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കാലത്ത് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കണില്ല കേട്ടോ. ഒന്നാമത്തേൽ എൻ്റെ ക്ഷീണം. പിന്നെ പിള്ളേർക്കും രാവിലെ കഴിക്കാൻ, പിള്ളേർക്ക് ആദ്യത്തിന് അല്ല കേട്ടോ, ആദ്യത്തിന് പലഹാരം തന്നെയാണ് ഇഷ്ടം. ശ്രീകുട്ടന് അങ്ങനെ വലിയ സുഖമില്ല എന്നും പറഞ്ഞ് പിന്നെ അപ്പോൾ ആ ക്ഷീണം കൂടി ആയപ്പോൾ ഞാൻ വൈകുന്നേരം ആക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ പരിപാടി. രാവിലെ ചോറും എന്തെങ്കിലും 2 തരം കറിയും അങ്ങനെ ആക്കി മാറ്റിയിട്ടോ. നമ്മളുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നമ്മുടെ റൊട്ടീനൊക്കെ ഒന്ന് മാറ്റം വരുത്തണോണ്ടൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ പാത്രം കഴുകാൻ അധികമൊന്നും ഉണ്ടായില്ല. പലഹാരപ്പണിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ പാത്രങ്ങൾ കഴുകാനുണ്ടാവുക. പിന്നെ ഓരോ പേര് മാത്രം പറയണവരെ കാര്യം പറയാനില്ല. രാവിലെ അടുക്കളയിൽ ഒരു ജോലിയും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ പിന്നെ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ മെഴുകുതിരിയും ചന്ദനത്തിരിയുടെ പൊടിയും ഇതൊക്കെ ഇങ്ങനെ കെടുക്കട്ടെ ഡൈനിങ് ടേബിളിലൊക്കെ. കവർ പിന്നെ ശ്രീകുട്ടൻ ചോറ് വെച്ച് കൊണ്ടുപോകേണ്ട അവിടെ തന്നെ വെച്ചു.
പിന്നെ കോട്ടും അതും ഇതും വെളിച്ചെണ്ണ എന്താ പറയുക എല്ലാം അതുണ്ടായിരുന്നു. ചേട്ടൻ ഡ്രസ്സ് മാറി ആ ഡ്രസ്സ് പാൻറ്റ് ഷർട്ട് ഇടുന്നത് പോലും ഉണ്ടായിട്ടുണ്ട് വിളിമ്പിക്കാവും കേട്ടോ. എന്തോരം പറഞ്ഞാലും കാര്യമൊന്നുമില്ല, എന്നാലും തല്ലൂടൊക്കെ ചെയ്യും. എനിക്ക് പറ്റണ പോലെ കാണുമ്പോൾ ഒക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും കേട്ടോ. അപ്പം ഞാൻ ആ കോട്ടൊക്കെ അവിടെ കൊണ്ടുവച്ചു. പിന്നെ ഗ്ലാസ്സൊക്കെ എടുത്തത് അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. കവറുകളും അതും വെളിച്ചെണ്ണയൊക്കെ അതിൻ്റേതായ സ്ഥാനത്തേക്ക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. എടുക്കണവർക്ക് തിരിച്ച് വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. തിരക്കിലൊക്കെ പോകുമ്പോഴൊക്കെ ആവും, എന്നാലും പക്ഷേ നമുക്കതൊരു ജോലി തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവർ തിരക്കിൽ ചെയ്യുമ്പോൾ നമുക്കത് കൊണ്ടുവയ്ക്കി എന്ന് തിരിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ദേ അടുക്കള അങ്ങനെ തുടച്ച് അടിഭാഗം ഒന്ന് അടിച്ചും അവിടെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ നമ്മുടെ അടുക്കള പരിപാടി അങ്ങനെ കഴിഞ്ഞു. ഇനി വന്നിട്ട് ചോറ് ആക്കി കൊടുക്കാനോ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അടിച്ച് വാരി മുറ്റമൊക്കെ അടിച്ച് പുറം പണികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്തിരി സമയമുണ്ട്. അപ്പോൾ അതാ ഇന്ന് ഞാൻ മുറ്റമൊക്കെ അടിക്കുന്നത് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല കിളികളുടെ ശബ്ദവും കാക്കകളുടെ ശബ്ദം, നല്ലൊരു അന്തരീക്ഷം അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ ഷൂട്ട് ചെയ്തത് കുറച്ച് കൂടുതലായിട്ട്. പിന്നെ അതാ മോളിൽ നിന്ന് അടിച്ചു വാരി വന്നു. പിള്ളേരുടെ റൂമൊന്നും അടിച്ചു വരാൻ പോയില്ല, അവിടെ തിക്കും തിരക്കാണ് പോകാനുള്ളത്. അപ്പോൾ പിന്നെ അവരുടെ അടുത്തേക്ക് ശല്യപ്പെടുത്താനായിട്ട് ഞാൻ പോയില്ല കേട്ടോ. ഞാനിവിടെ കോണീര് അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വാരി, പിന്നെ എൻ്റെ റൂമൊക്കെ അടിച്ചു വാരി, ഹോൾ അടിച്ചു വാരി ഇങ്ങോട്ട് പോന്നു. കാണണ മാറാലകളൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു. നമ്മൾ അടിച്ചു വരുമ്പോൾ കാണുന്ന മാറാലകൾ തട്ടിക്കൊടുത്താലാണ് വീട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. ടെറസ് വീടായാലും പെട്ടെന്ന് മാറാല പിടിക്കും, പക്ഷേ നമുക്ക് അടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് ടെറസ് വീടാകുമ്പോൾ. ഓട് വീടാകുമ്പോൾ അറിയാലോ കൂട്ടുകാർക്ക്, ഓട് വീട്ടിൽ ഓരോ ഓടിൻ്റെ അടിയിലും ആ ഒരു ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കും. നമ്മളെത്ര അടിച്ചാലും അത് ആ ഒരു ഭംഗികേട് അങ്ങനെ നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് മാറാലെ പിടിക്കുകയും ചെയ്യും. ടെറസ് വീട്ടിലാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ നാളങ്ങനെ ഓട് വീട്ടിൽ താമസിച്ച് ഓണം വിഷുവിനൊക്കെ വൃത്തിയാക്കി തോറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല കിളികളുടെ ശബ്ദം ഒക്കെയാണ്. എൻ്റെ ശബ്ദം കേട്ടിട്ട് ഇതിനൊന്നും മിണ്ടാണ്ടിരിക്കുമോ എന്നൊക്കെ തോന്നുന്നുണ്ടാവില്ലേ കൂട്ടുകാർക്ക്. അപ്പോൾ അതാ അങ്ങനെ മുറ്റം അടിക്കലും അമ്മയുള്ളപ്പോൾ അമ്മ അടിക്കാറുണ്ട്. അമ്മ നാത്തൂൻ്റെ അടുത്തേക്ക് പോയിട്ടാണ്, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. തമ്പ്നെയിലായിട്ട് ഇടുമ്പോഴാണ് കൂട്ടുകാർ കൂടുതലത് ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ആ ഭാഗം സ്കിപ്പ് ചെയ്തൊക്കെ പോകുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മീൻ വറുത്തയിൽ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ നാത്തൂൻ്റെ അടുത്തേക്ക് പോയോ, അല്ല നാത്തൂൻ്റെ അടുത്തേക്ക് പോയോന്നല്ല, അമ്മ മീൻ കഴിക്കില്ലേ, എന്താ 4 വറുത്തേക്കുന്നൊക്കെ. അമ്മ നാത്തൂൻ്റെ അടുത്തേക്ക് പോയ കാരണം കൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് അമ്മ കഴിക്കാണ്ടൊന്നല്ല. അമ്മയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മീനാണ്. മീൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തിനും അച്ചമ്മയ്ക്കുമാണ് മീനിൻ്റെ അത്രയും ഭ്രാന്ത്. ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. പ്രായമാകുമ്പോൾ നമുക്ക് ദഹനമൊന്നും ശരിയാവില്ലല്ലോ, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വർത്തമാനം പറഞ്ഞിരിക്കില്ലേ, മുറ്റടിക്കൊക്കെ കഴിഞ്ഞു. അത് ഞാനത് അവിടെ നിന്ന് അങ്ങോട്ട് മുറ്റടിക്കാൻ, അവിടെ നിന്ന് അങ്ങോട്ട് പുല്ലാണ് കേട്ടോന്നറിയാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടിക്കാനൊന്നും നിന്നില്ല. പിന്നെ അതാ പച്ചമുളക് കുറച്ച് പഴുത്തത് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അരിയൊക്കെ നിർത്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ നോക്കിയപ്പോൾ ഈ ഒരു നെയ്മുളകിൽ അധികം അരിയൊന്നും കാണാനില്ല, മൂക്കാണ്ട് പഴുത്ത പോലെ തോന്നുന്നു. എന്നാലും ഒരു തൈ എങ്ങനെ മുളച്ച് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അതും നമ്മുടെ കാന്താരി മുളകിൻ്റെ 2 പഴുത്തുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ അരി എടുത്ത് കണ്ടിട്ട് വെണ്ണീറിടല്ല ചാരം അതാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അത് വെച്ചിട്ട് ആക്കിയിട്ട് ശരിക്കും ഇങ്ങനെയാണ് മുളകിൻ്റെ വിത്തൊക്കെ സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പാവാന്ന് ചോദിച്ചു ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ വാഷ് ബേസ് നല്ല വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അല്ലെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി അതൊന്ന് വൃത്തിയാക്കി എടുക്കാനിട്ട് ഇന്ന് സമയം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ്, വലിയ പാചക പണിക്ക് പോയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇന്നങ്ങനെ നല്ല ക്ലീനിങ്ങിനൊക്കെ ടൈം കിട്ടിയത്. പാചകം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ക്ലീനിങ്ങിനുള്ള ടൈമൊന്നും കാര്യമായിട്ട് കിട്ടില്ല. ഇന്ന് പാചകം ഇത്തിരി കുറവായതുകൊണ്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലല്ലോ നമ്മൾ, അതുകൊണ്ടാണ് കേട്ടോ. അതിന് പകരം വൈകുന്നേരം ജോലി ഉണ്ടാവും. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം അത്ര ജോലികൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ശ്രീകുട്ടൻ പോകാൻ നിൽക്കണുണ്ട്. അപ്പോൾ അതൊന്ന് പിടിച്ചു. രാവിലെ സൈക്കിള് അവൻ കൊണ്ടുപോകും, വൈകുന്നേരം ആദിത്യം കൊണ്ടുവരും കേട്ടോ. ഹായ്. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇനി വൈകുന്നേരം കാണാം. ഓക്കെ. ഇതാ അങ്ങനെ വൈകുന്നേരം തിരിച്ചെത്തി. അപ്പോൾ ചോറ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ തന്നെ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് പഴം മേടിച്ചുകൊണ്ടു. ഞാനങ്ങനെ മേടിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ, ചേട്ടൻ തന്നെയാണ് കൂടുതലും സാധനങ്ങളൊക്കെ മേടിക്കാറ്. പക്ഷേ ഇപ്പം ഞാനായിപ്പോൾ നമ്മുടെ കണ്ടപ്പം പിന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കരഞ്ഞിട്ട്. ഇന്നവൻ മാത്രമുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കാണാനില്ല, തിരക്ക് കൂട്ടി നിൽക്കുന്നുണ്ട്. ചോറാൻ ചോറ് ഇത്തിരി ഉള്ളൂ, എന്നാലും പിന്നെ
അവൻ്റെ വിശപ്പിനുള്ളത് ഉണ്ടാവും. നമ്മുടെ പൂച്ചക്കുട്ടന്മാരെയും എൻ്റെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ വിശപ്പ് മാറ്റണ്ടേ. അപ്പോൾ അതിന് ഞാൻ വന്ന വഴി നിറയെ എന്താ പറയുക, ഒരു ടീസ്പൂൺ, ഒരു കത്രിക ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ ഞാൻ വെള്ളം കുടിക്കുകയാണ്. നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ അടുത്ത് പുറത്തേക്കാക്കി അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ ചോറ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് വർത്താനം പറയണം കേട്ടോ. വന്നിട്ട് കുറച്ച് നേരം അവരോട് വർത്താനമൊക്കെ പറയും. അവർ പിന്നാലെ ബഹളം വെച്ച് വരുമല്ലോ. 5 മണിക്ക് തുടങ്ങി അവരെന്നെ കാത്തിരിക്കുന്നതാണ് ഇവിടെ അമ്മ പറയുന്നത് കേട്ടോ. 5 മണിയാകുമ്പോൾ ചെടുത്തോട്ടത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കും. 6:45 ആവും കേട്ടോ. ഞാൻ വരുമ്പോൾ പാവങ്ങൾ കാത്തിരിക്കുകയാണ്. ചോറ് കൊടുക്കണതിൻ്റെ ഒരു സ്നേഹവും പിന്നെ അവർക്ക് ഫുഡ് കിട്ടാനായിട്ടായിരിക്കും. ഫുഡ് കൊടുത്താലും അവരെന്നെ അങ്ങനെ കാത്തിരിക്കും കേട്ടോ. ആദ്യത്തിന് അങ്ങനെ വന്ന് ഫുഡ് കൊടുത്താലും അങ്ങനെ കാത്തിരിക്കും. പിന്നെ ഇതേ ചപ്പാത്തി ഉണ്ടാക്കണം, ഗോതമ്പ് പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ കപ്പ സ്റ്റൂ ആണ് ഇന്ന് ഉണ്ടാക്കണത്. പല രീതിയിലും കപ്പ സ്റ്റൂ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിന്ന് എൻ്റെ രീതിയിൽ കാണിക്കുന്നു മാത്രം. പകുതി പൊടി എടുത്തോളൂ. എന്താ വെച്ചാൽ പഴമൊക്കെ കഴിച്ചിട്ട് വിശപ്പ് മാറിയിട്ടുണ്ടാവും പിള്ളേർക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് വല്ലാണ്ടൊരു ചപ്പാത്തി കഴിക്കില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ കൂടുതൽ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസത്തേക്ക് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം പകുതി ഉണ്ടാക്കിയോളൂ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ, കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കും പിറ്റേ ദിവസത്തേക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചപ്പാത്തി പ്രസ്സൊക്കെ ഉള്ളതല്ലേ, ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ കുറേ ഉണ്ടാക്കി വയ്ക്കുന്നത്. നമുക്ക് നിമിഷ നേരം കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തി പ്രസ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് വേണം കേട്ടോ അതിൽ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഇത്തിരി ലൂസായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ മാതിരിയല്ല, കുറച്ചും കൂടി ഒന്ന് ലൂസിൽ കുഴയ്ക്കണം കേട്ടോ. കപ്പ ഞാൻ അതിനിടയ്ക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞ് ബാക്കിയുള്ളത് കുക്കറിലേക്ക് ഇട്ട് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പില, പച്ചമുളകാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ തക്കാളിയും സവോളയും അങ്ങനത്തെ ഒന്നും ഇട്ടില്ല. വേണമെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനതൊന്നും ഇട്ടില്ല. എനിക്ക് കപ്പയുടെ റിയൽ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാലത്ത് ആ കുരു എടുത്തില്ല, അതിൻ്റെ പച്ചമുളക് ഇട്ടു. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പാകത്തിനുള്ള വെള്ളം എടുത്ത് ആവശ്യത്തിന് 2-3 വിസിലടിക്കുക കേട്ടോ. കപ്പ വേവുന്നേരം വിസിലടിക്കാം. ആ നേരം കൊണ്ട് ഞാൻ വേഗം ചപ്പാത്തി പ്രസ് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം ഒന്ന് ചൂടാവണം. പിന്നെ എന്താ, ചപ്പാത്തിയുടെ പൊടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നെയ്യൊക്കെ നല്ലതാണ് കേട്ടോ, കുറച്ചും കൂടി നല്ലതാണ് നെയ്യൊക്കെ എടുക്കുകയാണെങ്കിൽ. ഞാൻ കൂടുതലും വെളിച്ചെണ്ണ എടുക്കാമെന്ന് മാത്രം. നെയ്യ് ഉണ്ടായിരുന്നു, എടുത്തില്ല, മറന്നു എന്ന് പറയുന്നതാവും സത്യം. പിന്നെ അതാ ഓരോന്നും ഇങ്ങനെ ഉരുളിയാക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഉരുളുരുട്ടി എന്താ പറയുക, നന്നായിട്ട് നീ യോജിച്ചിരിക്കണം കേട്ടോ. പരത്തുമ്പോൾ നമ്മൾ ഒറ്റ പ്രസ്സിലല്ലേ പരത്തണത്. അത് കാരണം കൊണ്ട് നല്ലോണം ചൂടായതിന് ശേഷം പ്രസ്സാക്കുക. ഒരു ഭാഗം അമർത്തി മറ്റേ ഭാഗം തിരിച്ച് വയ്ക്കുക. വെച്ചാൽ മറ്റേ ഭാഗം അമർന്നിട്ടുണ്ടാവില്ല, നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോഴാണ് അമരുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആക്കാത്ത. പിന്നെ അതാ കപ്പേനെ ഒന്ന് ഉടച്ചെടുത്തു. വല്ലാണ്ട് അങ്ങോട്ട് ഉടയണ കപ്പയല്ല. ശബ്ദം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും, ശബ്ദം പോവും, നമ്മുടെ ചുമയൊക്കെ വരും കേട്ടോ. പിന്നെ നാളികേരം വെറുതെ നരച്ചത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ നാളികേരം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്തില്ലെങ്കിലും കപ്പയ്ക്ക് നല്ല കൊഴുപ്പുണ്ട്. നാളികേരം ഇറങ്ങുന്ന യാതൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പം ഞാനൊരു ടേസ്റ്റിന് വേണ്ടി നല്ലതല്ലേ കുറച്ച് നാളികേരം ചേർക്കുന്നത്. അപ്പോൾ അതാ ചപ്പാത്തി എനിക്ക് ഇതേപോലെ കനം കുറച്ചിട്ട് അധികം അങ്ങോട്ട് മൊരിയാണ്ട് എടുക്കുന്നതാണ് ചപ്പാത്തി പ്രസ്സിൽ ചപ്പാത്തി ഇഷ്ടം കേട്ടോ. ചപ്പാത്തി പ്രസ്സിൽ അധികം മൊരിയിക്കുന്നതല്ല ടേസ്റ്റ്. ഇത് ഇത്തിരി മൊരിയുമ്പോൾ ഇത്തിരി ഹാർഡാവണ പോലെയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ടോ, നല്ല തുവാല പോലെ ഇരിക്കും, ചുരുട്ടി കൂട്ടിയ ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറക്കില്ല എന്ന് ചോദിക്കണേ. നാളെ രാവിലെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.